ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒന്നിച്ച് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇങ്ങനെ ഇരിക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ ദാനമായി തന്നല്ലോ. കടന്നു എല്ലാവരെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു പകൽക്കാലം കൂടെ ജീവിപ്പാൻ ദൈവം ആയുസ്സെന്ന ആരോഗ്യം തന്നു. ശരീരത്തിൽ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം നമുക്ക് ബലം തന്നു. യേശുവിന്റെ പാദപീഠത്തിൽ at the feet of Jesus, at Jesus' feet. മറിയ യേശുവിൻ്റെ പാദപീഠത്തിങ്കിലിരുന്നു. നിങ്ങൾ ഭവനങ്ങളിലായിരിക്കാം, എപ്പോൾ വണ്ടിയിലിരുന്നായിരിക്കും കേൾക്കുന്നത്, ജോലി സ്ഥാനത്തായിരിക്കാം, ബൈക്കിലിരുന്നായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. പക്ഷെങ്കിൽ നിങ്ങളെല്ലാവരും യേശുവിൻ്റെ പാദപീഠത്തിങ്കിലാണ്. നമ്മളെല്ലാവരും യേശുവിൻ്റെ പാദപീഠത്തിങ്കിലാണ്. മറിയ യേശുവിൻ്റെ പാദപീഠത്തിങ്കിലിരുന്നു. അവൾ വചനം കേട്ടുകൊണ്ടിരുന്നു. മാർത്ത പറഞ്ഞു, കംപ്ലൈൻറ്റ് പറഞ്ഞു. പക്ഷേ യേശു പറഞ്ഞു, മാർത്തയിൽ പലതിനെ ചൊല്ലി മനം കലങ്ങി വിചാരപ്പെട്ടുമിരിക്കും. എന്നാൽ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, നമ്മൾ ഈ പകലത്തെ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ വന്ന വീഡിയോസും വാർത്തകളും എല്ലാം കേട്ട് നമ്മുടെ മനസ്സിൽ പല കാര്യത്തിലെ ഓർത്ത് നമ്മുടെ മനസ്സ് വ്യാകുലപ്പെട്ട് മനം കലങ്ങിയിരിക്കുക എന്ന് കർത്താവിനറിയാം. പക്ഷെ കർത്താവ് പറയുന്നു, മറിയിരുന്നതുപോലെ നാം എല്ലാവരും യേശുവിന്റെ പാദപീഠത്തിങ്കിലിരിക്കുക, ഒന്ന് സമാധാനമായിട്ട്. കാരണം നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിങ്കിലേ സമാധാനമുള്ളൂ. കർത്താവിന്റെ സന്നിധി വന്നിരിക്കുമ്പോൾ പിരിമുറുക്കങ്ങളെല്ലാം ഒന്ന് മാറി ഒന്ന് ദൈവസന്നിധിയിൽ, നിങ്ങളുടെ ഭവനങ്ങളിലാണല്ലോ, അപ്പൊ നമുക്ക് ഇച്ചിരി ഫ്രീഡമുണ്ട്. എന്നാൽ കർത്താവ് അവിടെയുണ്ട്, ഇവിടെയുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, യേശുവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്കുകളാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളതിൻ്റെ ആദ്യത്തെ, കർത്താവ് പറഞ്ഞ ആദ്യത്തെ സെൻറ്റൻസ് അല്ലെങ്കിൽ ആദ്യത്തെ വാക്യമാണ് മത്തായി 5:3, ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ. കാരണം ദൈവരാജ്യത്തിൻ്റെ ഒരു നയപ്രഖ്യാപനമാണ് ഗിരിപ്രഭാഷണം. നമ്മൾ ഈ ഭാഗത്തുനിന്ന് വളരെ കുറച്ച് പ്രസംഗങ്ങൾ മാത്രമേ നമുക്ക് കേട്ടിട്ടുള്ളൂ. ഞാൻ വളരെ കുറച്ച് പ്രസംഗങ്ങളെ എൻ്റെ ചെറുപ്പത്തിലും നമ്മുടെ പെന്തക്കോസ്ത് കോളത്തിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളൂ. എങ്ങും തന്നെ ഇതിനെപ്പറ്റി വളരെ കുറച്ചുള്ള പഠനങ്ങളും അല്ലെങ്കിൽ പ്രസംഗങ്ങളും മാത്രമേ ഉള്ളൂ. ആൾക്കാർക്ക് അതിന് താല്പര്യമില്ല. കാരണം ഇതിനകത്ത് കേൾക്കാൻ അത്ര രസമുള്ള കാര്യമല്ല. നമ്മളെ ഭൗതികമായി അനുഗ്രഹിക്കുന്ന യാതൊന്നും യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തില്ല. അങ്ങനെ നമുക്ക് വളരെ വിരോധാഭാസമായി തോന്നുന്ന പല കാര്യങ്ങളും യേശു പറഞ്ഞു. അപ്പം നമുക്കത് കേൾക്കാൻ അത്ര ഒരു സുഖമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ യേശുവിൻ്റെ വാക്കല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്യമാണ്. ബൈബിള് മൊത്തം നമ്മൾ അനുസരിക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. പക്ഷെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട. അതിനകത്ത് ഒന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നലെ നമ്മൾ തുടങ്ങി ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ലോകപരമായിട്ടുള്ള ഭാഗ്യമല്ല കർത്താവ് പറയുന്ന ഭാഗ്യമെന്ന് നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ലോകത്തിലെ ഭാഗ്യങ്ങളെ പറ്റി നിങ്ങൾക്കറിയാം, നമ്മുടെ മനസ്സിൽ വരുന്ന വാക്കുകളും ചിന്തകൾ എന്താണ്. പക്ഷെ അങ്ങനെ ഒരു കാര്യമല്ല കർത്താവ് പറഞ്ഞു. ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാന്മാർ. ആ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കണ്ടു. ഭാഗ്യവാൻ എന്താണ് ആ ഭാഗ്യാവസ്ഥ? നമ്മൾ ഓൾറെഡി ആ ഭാഗ്യത്തിലാകുമെന്നല്ല പറഞ്ഞത്, നമ്മൾ ഓൾറെഡി ആ ഭാഗ്യാവസ്ഥയിലാണ്. ഒരു ദൈവപൈതൽ, ഒരു ക്രിസ്ത്യാനി ആ ഭാഗ്യാവസ്ഥയില്ല. നമ്മൾ അതിലേക്ക് ആ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. നമ്മൾ കർത്താവിനെ അംഗീകരിച്ചാൽ മതി, കർത്താവിനെ സ്വീകരിച്ചാൽ മതി. കർത്താവിനെ രക്ഷകനായി അംഗീകരിച്ച് അവൻ്റെ കൽപ്പന അനുസരിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമ്മൾ അതിലൊരു യാത്രയിലാണ്. നമ്മൾ ഫൈനലി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, അത് പിതാവിനെ, ദൈവത്തെ കാണുമ്പോൾ നഷ്ടപ്പെട്ട ആ ബന്ധം, ആദാം ഹവ്വയും ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെടുത്തിയ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ ആ ഒരു ഭാഗ്യാവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നലെ കാണുന്നത്. ആ ഭാഗ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് സാഹചര്യങ്ങളെ അനുസരിച്ചല്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ സാഹചര്യങ്ങൾ മാറി നിന്നിരിക്കും.
ലോകത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് പണത്തെ ആശ്രയിച്ച, ആരോഗ്യത്തെ ആശ്രയിച്ച, അല്ലെങ്കിൽ നമ്മുടെ നല്ല വീടുണ്ടെങ്കിൽ അതിനെ ആശ്രയിച്ച് നമ്മളെല്ലാവരും പറയും, ഓ എൻ്റെ ഭാഗ്യവാനാണ്, സൂപ്പർ ഒരു വീട്, നല്ലൊരു വണ്ടി, എന്തോ ഭാഗ്യവാനാണ്, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതെല്ലാം താൽക്കാലികം. ഇതെല്ലാം പോകുമ്പോൾ സന്തോഷം പോകും. വെറും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വെറും ഒരു കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നാൽ മതി, ഒരു ചെറിയ തലവേദന വന്നാൽ മതി, നമ്മുടെ സന്തോഷം പോകും. എന്നാൽ ഒരു ദൈവവേദനയെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭാരങ്ങളുണ്ടെങ്കിലും നമ്മുടെ സന്തോഷം ആരും നമ്മൾ ഇന്ന് എടുത്ത് കളയത്തില്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്യു ചാപ്റ്റർ 5:4. എന്താണ്? നിങ്ങൾ ബൈബിൾ എടുത്തേ, എല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥാനം ഒന്ന് നമുക്കറിയാവുന്ന ഭാഗമാണ്, അറിയാവുന്ന വാക്യമാണ്. മാത്യു ചാപ്റ്റർ 5:4. എന്താണ്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇംഗ്ലീഷ് എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്ലെസ്സഡ് ആർ ദോസ് ഹു മോൺ, for they shall be comforted. അവർക്ക് ആശ്വാസം ലഭിക്കും, അവർ കംഫർട്ടഡ് ആണ്. നമ്മൾ ആ ബ്ലെസ്സഡ് എന്ന് നമ്മൾ ആദ്യം കണ്ടതുകൊണ്ട് അതിലേക്ക് ഇനി ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോകാം പിന്നീട്. അപ്പോൾ ഇന്ന് രണ്ടാമത് യേശു പറഞ്ഞ ഇതാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ബ്ലെസ്സഡ് ആർ ദോസ് ഹു മോൺ. ആ മോൺ എന്നുള്ള വാക്ക് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം സാധാരണ ദുഃഖമല്ല, അതിവേദനയിൽ ഒരു വ്യക്തി ഏങ്ങലടിച്ച് വാവിട്ട് നിലവിളിക്കുന്ന ഒരു കരച്ചിലിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്നേഹിക്കുന്ന ഒരാൾ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ വ്യക്തി കരയുന്ന കരച്ചിൽ. നമുക്കറിയാം, മരണ വീടുകളിലൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരുടെയും ഒക്കെ പ്രിയപ്പെട്ടവർ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മുടെ കരച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിസരമൊന്നും നോക്കത്തില്ല, നമ്മൾ കരയും. എന്നാൽ ചില ദുഃഖങ്ങളൊക്കെ നമ്മൾ ഒതുക്കി വെക്കുന്ന ദുഃഖമുണ്ട്. ആരും കാണാതെ നമ്മൾ നെടുവീർപ്പിടുകയും കരയുകയും ചെയ്യുന്ന സ്വകാര്യ ദുഃഖങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് പരസ്യമായി, യാതൊരു മടിയുമില്ലാതെ, യാതൊരു ഇൻഹിബിഷൻസും ഇല്ലാതെ പരസ്യമായി ഒരു നിലവിളിയെ പറ്റിയാണ് ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാഷനറ്റ് ലാമെന്റ് ഫോർ ദ വൺ ഹു ലവ്. പഴയ നിയമത്തിൽ ഈ വാക്ക് ഇതേ ഒരു കരച്ചിൽ, കാരണം ഒത്തിരി കരച്ചിലിനെ പറ്റി ഉണ്ട്, ഞാൻ അതിലേക്ക് പക്ഷെ ഒരു എക്സാമ്പിൾ മാത്രം ഒന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടുത്തെ ആ വാക്കെന്നുള്ളത് നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? യാക്കോബിന്റെ മക്കൾ 11 മക്കളും യോസേഫ് മരിച്ചെന്നും പറഞ്ഞ് ഒരു വാർത്ത യാക്കോബിന് കൊടുത്തു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന യാക്കോബ് അതിദുഃഖത്തോടെ കരഞ്ഞു. ആൾക്കാർ അവരുടെ മക്കളുടെ മുമ്പിൽ വളരെ വേദനയോടെ താൻ നിലവിളിച്ചതായിട്ട് കാണുന്നു. അങ്ങനെ ഒരു വിലാപത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രീഫ് which takes hold of a man which cannot be hid. അടക്കി വെക്കാൻ കഴിയാത്തൊരു ദുഃഖം. ഈ ദുഃഖം എന്ന് പറയുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ വേദന ഉളവാക്കുന്നതാണ്. കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടുതുടെ ഒഴുകി വരുന്നൊരു ദുഃഖം. അതാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ 3 രീതിയിൽ നമുക്ക് ഈ വാക്യത്തെ ഒന്ന് ചിന്തിക്കാം. ഇതിന്റെ മെയിൻ മെസ്സേജ് ഞാൻ അവസാനം പറയാം, പക്ഷെ ഇത് ലിറ്ററലി നമുക്കിതൊന്ന് എടുക്കാം. ബ്ലെസ്സഡ് ആർ ദോസ് ഹു മോൺ, ദുഃഖിക്കുന്നവർ ഭാഗ്യം. പൊതുവായിട്ട് നമുക്ക് ആദ്യം ആ വാക്യം അതുപോലെ തന്നെ നമുക്ക് പൊതുവായിട്ട് അങ്ങ് എടുക്കാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നു. ബ്ലെസ്സഡ് ആർ ദോസ് ഹു മോൺ, ബ്ലെസ്സഡ് ആർ ദോസ് ഹു ഗോ ത്രൂ ദ ബിറ്ററസ്റ്റ് സോറോ. അറബികൾ പറയുന്ന ഒരു ചൊല്ലുണ്ട്, ഒരു സദൃശവാക്യമുണ്ട്. ഓൾ സൺഷൈൻ മേക്സ് എ ഡെസേർട്ട്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് എപ്പോഴും നല്ല ക്ലൈമറ്റ്, അല്ലെങ്കിൽ സൂര്യൻ എപ്പോഴും ഉദിച്ചു നിൽക്കുന്ന ഒരു നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ആ സ്ഥലം മരുഭൂമിയാണ്. അറബികൾ പറയുന്നത് ഓൾ സൺഷൈൻ മേക്സ് എ ഡെസേർട്ട്. ലാൻഡ് ഓൺ വിച്ച് ദ സൺ വിൽ ഷൈൻ ഇൻ ഓൾ സീസൺസ് വിൽ സൂൺ ബിക്കം എ ഡെസേർട്ട്. ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു ദേശത്തിന് മഴ ആവശ്യമാണ്. മഴയുടെ മഴ മാത്രമല്ല വരുന്നത്, മഴയുടെ കാറ്റുണ്ട്, ഇടിയുണ്ട്, ഇതെല്ലാം ആ ദേശത്തിന് ആവശ്യമാണ്. അതിന് പല ഗുണങ്ങൾ ദൈവം പ്രകൃതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളിപ്പോൾ അയ്യോ സൂര്യനെ കാണുമ്പോൾ എന്തൊരു സന്തോഷം. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കും അയ്യോ തണുപ്പിന്റെ സമയത്ത് നമ്മൾ ഓർക്കും എപ്പോഴും ഇതുപോലെ ആയിരുന്നെങ്കിൽ. പക്ഷെ എപ്പോഴും ഈ സൂര്യൻ ഇതേ ടെമ്പറേച്ചറിൽ ഒരു 25-30 ടെമ്പറേച്ചറിൽ എപ്പോഴും അതുപോലെ ആണെങ്കിൽ ഇവിടെ ഉണങ്ങി മരുഭൂമി പോലെ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ,
നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുന്നത്, കണ്ണുനീരിന് അനുഭവങ്ങൾ വരുന്നത്, അതിൻ്റെ പിമ്പിൽ ചില കാരണങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ. സോറോ ക്യാൻ ഡു 2 things in our lives. നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളാണ് ദുഃഖം പ്രധാനമായിട്ടും നമ്മളിൽ ഉളവാക്കാൻ സാധിക്കും. ഒന്ന്, ദ കൈൻഡ്നെസ് ആൻഡ് ദ ഹെൽപ്ഫുൾനെസ് ഓഫ് അവർ ഫെലോ മെൻ. നമ്മൾ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതരാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അവരുടെ സ്നേഹം മനസ്സിലാക്കും. നമ്മളെ അറിയാത്തവർ പോലും നമ്മളെ സ്നേഹിക്കുന്ന ആ സ്നേഹം മനസ്സിലാക്കി നമ്മൾ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ്. പിന്നെ പരമപ്രധാനമായ കാര്യം, നമ്മൾ ദുഃഖത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആശ്വാസം നമ്മൾ പ്രാപിക്കുന്നു. ദൈവത്തിന്റെ ആശ്വാസം, നമ്മൾ ആ മനസ്സലിവും ദൈവത്തിന്റെ ആ കംഫർട്ടും നമ്മൾ പ്രാപിക്കുന്നു. നമുക്കറിയാം, ദൈവവചനത്തിൽ അനേകർ അവരുടെ കഷ്ടതയിലാണ് ദൈവത്തെ കൂടുതലായിട്ട് അറിയാനായിട്ട് ഇടയായി തീർന്നത്. കഷ്ടതയിലാണ് അവരുടെ വിശ്വാസികളെയും അല്ലെങ്കിൽ മനുഷ്യരുടെയും സ്നേഹം മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുവരെ ദൈവത്തെ അറിയാത്തതുപോലെ അവർ രുചിച്ചറിഞ്ഞത് അവരുടെ കഷ്ടതയിലാണ്. സംഗീതക്കാരൻ പറഞ്ഞുകൊണ്ട് കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ദുഃഖത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇറ്റ് ഡ്രൈവ്സ് us deeper in things of life and in relationship with God. ഞാനൊരു ചെറിയ പദ്യം ഇംഗ്ലീഷിൽ കഴിഞ്ഞ ദിവസം ഒരിടത്ത് വായിച്ച് ഞാനൊന്ന് പറയട്ടെ. ആദ്യം ഞാൻ ഇംഗ്ലീഷിൽ പറയാം. A small poem I would like to just read it for you. Children, are you listening? I hope you're listening. It goes like this. Listen carefully. I walked a mile with pleasure. She chattered all the way, but left me none the wiser for all she had to say. But I walked a mile with sorrow, and never a word she said. But oh, the things I learned from her when sorrow walked with me. എന്ന് മലയാളത്തിലൊന്ന് പരിഭാഷപ്പെടുത്തി പറയാം. ആനന്ദത്തിന്റെ കൂടെ ഞാൻ 1 മൈൽ നടന്നു. അവൾ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒത്തിരി കാര്യങ്ങൾ അവളിൽ നിന്ന് കേട്ടു. പക്ഷെ ആനന്ദിച്ച് തിമിർത്താടിയ സമയത്ത് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. അവൾ പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരി കേട്ടു, പക്ഷെ എനിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. പക്ഷെങ്കിൽ ഞാൻ ദുഃഖത്തിന്റെ കൂടെ, വേദനയുടെ കൂടെ 1 മൈൽ നടന്നു. അവളൊന്നും മിണ്ടിയില്ല. പക്ഷെങ്കിൽ ഞാൻ ആ സമയത്ത് പഠിച്ച കാര്യങ്ങൾ അത് പറഞ്ഞറിയിക്കാവുന്നതിലും വലുതാണ്. ഏത് വേദനയും നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കും. ഞാൻ 1-2 വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ. പൗലോസ് ജയിലിൽ കിടക്കുകയാണ്. പോൾ വാസ് ഇൻ ദ പ്രിസൺ. ആൻഡ് നമുക്ക് ഫിലിപ്പി ലേഖനം എടുക്കാം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 12. പൗലോസ് ജയിലിൽ കിടക്കുമ്പോൾ പൗലോസ് പറയുന്നത് ഫിലിപ്പിയിലുള്ള വിശ്വാസികളോട് എടുത്തെഴുതിയിട്ട് പറയാ, അന്നത്തെ ജയിൽ ഇന്നത്തെ ജയിലിനെ പോലല്ല. ഇന്നത്തെ ജയിലിൽ ഒത്തിരി എല്ലാ സൗകര്യങ്ങളും, 3 നേരം ആഹാരവും ഇനിയും എല്ലാ സൗകര്യങ്ങളും ഉള്ള ജയിലാണ് ഇവിടുത്തെ ജയിലുകളൊക്കെ. പൗലോസ് കിടന്ന ജയിൽ അതുപോലത്തെ ജയിലല്ല. തണുത്ത് വിറച്ച് അതിശൈത്യത്തിൽ ഹീറ്റിംഗ് ഇല്ലാതെ എല്ലാം ഒരു മുറിയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാം അവിടെ തന്നെ മേഴുന്നൊരു കിഴുത്തയിൽ നിന്ന് താഴേക്ക് ആഹാരം എറിഞ്ഞു കൊടുക്കും. അങ്ങനെയുള്ള ജയിലിൽ കിടന്നുകൊണ്ടാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. താൻ പറയുന്നത് എന്താണ് ഞാനൊന്ന് വായിക്കട്ടെ. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? But I want you to know, brethren, that the things which happened to me have actually turned out for the furtherance of the gospel. Amen. അപ്പോൾ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് തന്റെ ജയിൽവാസം കാരണമായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. താൻ വീട്ടുതടങ്കലിലായിരുന്നു. പലയിടത്തും അത് അങ്ങനെയുണ്ട്. അങ്ങനെ താൻ, പക്ഷെ എന്തുമാണെങ്കിലും തന്റെ കയ്യിൽ ഒരു ചങ്ങലയുണ്ടായിരുന്നു. ചില സമയത്ത് ഒരു സമയത്ത് താൻ വീട്ടുതടങ്കലിലായിരുന്നു. ചില സമയത്ത് അവസാനമായപ്പോൾ താന് വളരെ കഷ്ടതയുടെ ഒരു ജയിൽവാസം താൻ അനുഭവിച്ചു. അപ്പോൾ വാട്ടെവർ ഇറ്റ് ഈസ്, താൻ പറയുന്നത് എൻ്റെ ഈ ബന്ധനം അത് സുവിശേഷത്തിന് അഭിവൃദ്ധി കാരണമായിട്ട്. ഇന്നലെ നമ്മൾ പൗലോസിനെ പറ്റി പറഞ്ഞതാണ്. ഇനിയും താൻ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്. റോമാലേഖനം 5:4. അത് നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 4. പറയുന്നത് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു,
നമുക്ക് അതിന്റെ 3 മുതലൊന്ന് വായിക്കാം. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അത് ഇംഗ്ലീഷ് നമുക്ക് 3 4 ഒന്ന് വായിച്ചേ. And not only that, but we also glory in tribulations. We also glory in tribulations. Knowing that tribulation produces perseverance. Tribulation produces perseverance. And perseverance character. Perseverance character. And character hope. And character hope. താൻ പറയുകയാണ്, താൻ കഷ്ടതയിലൂടെ കടന്നു, കഷ്ടതയെ താൻ പ്രശംസിക്കുക. നമ്മുടെ ജീവിതത്തിൽ വേദനകൾ, കഷ്ടങ്ങൾ ഒക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ദൈവം നമുക്ക് നല്ലവനായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വേദനകളിലൂടെ കടന്നുപോയപ്പോഴും നെടുവീർപ്പിലൂടെ കടന്നുപോയപ്പോഴും അവിടെയെല്ലാം കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞിട്ടില്ലേ? അതാണ് ഒന്നാമത്തെ വ്യൂ. ഇനി രണ്ടാമത്തെ ഈ വാക്യത്തെ നമ്മൾ രണ്ടാമത്തെ ഒരു 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 കാഴ്ചപ്പാടിലേക്ക് നമുക്ക് നോക്കാം. ആദ്യത്തേത് കഷ്ടത, രണ്ടാമത്തേത് ഈ Blessed are those who are desperately sorry for the sorrow and the suffering of this world. ഈ ദുഃഖം എന്ന് പറയുന്നത് നമുക്കറിയാം, അവർ മറ്റുള്ളവരെ പറ്റി ദുഃഖിക്കുക. They shall be comforted. Christianity is a caring religion. നമുക്കറിയാം, ക്രിസ്ത്യാനിറ്റി വന്നതുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾ ലോകമെല്ലായിടവും സ്ഥാപിച്ചത് ക്രിസ്ത്യാനികളാണ്. മിഷണറിമാർ പോയി ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, ഓർഫനേജുകൾ ഇതെല്ലാം തുടങ്ങാനുള്ള അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹമാണ്, കരുണയാണ്, മനസ്സലിവാണ്. അപ്പോൾ ആ ഒരു സിമ്പതിയിൽ നിന്ന് ബ്ലെസ്ഡ് ആർ ദോസ് ഹു ആർ സോറോഫുൾ ഫോർ ദ സോറോസ് ഓഫ് അതേഴ്സ്, ഫോർ ദ സഫറിങ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ സഫറിങ്ങിൽ വേദനിക്കുന്നവർ ആണ് ക്രിസ്ത്യാനി, ഒരു ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അതിനകത്ത് ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഇംഗ്ലീഷ് 2 വാക്ക് എൻ്റെ മനസ്സിൽ കടന്നു. ഞാൻ എൻ്റെ മീനിങ് ഒന്ന് നോക്കി. ഒന്ന് സിമ്പതി, 2 എമ്പതി. ഇത് രണ്ടും സെയിം വാക്കുകളാണെന്ന് പലരും ചിന്തിക്കും. നോ, ഇറ്റ്സ് ഡിഫറെന്റ്. സിമ്പതി ഈസ് ഡിഫറെന്റ്, എമ്പതി ഈസ് ഡിഫറെന്റ്. സിമ്പതി എന്ന് പറഞ്ഞാൽ സഹതാപം, മമത, മനസ്സലിവ്, ദയ. സിമ്പതി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയർഡ് ഫീലിംഗ്, യൂഷ്വലി ഓഫ് സോറോ, പിറ്റി ഓർ കമ്പാഷൻ ഫോർ അനദർ പേഴ്സൺ. നമ്മൾ ഒരാളൊരു വേദന കടന്നു, നമ്മളിപ്പോൾ അറിയത്തില്ല, നമ്മളിപ്പം നമ്മൾ നോക്കും, അതാണ് സിമ്പതി. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, സമാനാനുഭവം. വേറൊരു വാക്കുണ്ട്, താതാമ്യം പ്രാപിക്കുക. ഓക്കെ, എമ്പതി is a much stronger word than sympathy. It is the ability to put yourself in the other person's shoes and understand someone else's feeling by identifying with them. ഞാൻ മലയാളത്തിൽ പറയാം, എമ്പതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സഹാനുഭൂതി, സമാനാനുഭവം, താതാമ്യം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ വേദനയിൽ നമ്മൾ ആ വ്യക്തിയുടെ ഷൂവിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പൊസിഷനിലേക്ക് നമ്മൾ കയറി ചെല്ലുക, നമ്മൾ അവിടെ നിൽക്കുക. അതാണ് എമ്പതി എന്ന് പറയുന്നത്. Putting yourself in the same situation and perceive how the other person is feeling. Sympathy is a feeling you share with another person. Empathy is the ability to understand the emotions of other person. Empathy എന്ന് പറയുന്നത് അത് it's a seeing with the eyes of the other, listening with the ears of another and feeling with the heart of another. Empathy എന്ന് പറയുന്നത് സഹാനുഭൂതി അല്ലെങ്കിൽ സമാനാനുഭവം അല്ലെങ്കിൽ താതാമ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയുടെ കണ്ണുകളിലൂടെ നമ്മൾ ആ വിഷയത്തെ കാണുക, വേറൊരു വ്യക്തിയുടെ കാതുകളിലൂടെ ആ വിഷയത്തെ കേൾക്കുക, വേറൊരു വ്യക്തിയുടെ ഹൃദയത്തിലൂടെ അവരുടെ വേദന മനസ്സിലാക്കുക. ഇതാണ് ഈ രണ്ടിന്റെ വ്യത്യാസം. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമുക്ക് സിമ്പതി ഉണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും നമുക്ക് എമ്പത്തിയൂടെ വേണം. എമ്പത്തി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എമ്പത്തി ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ താതാമ്യം പ്രാപിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞെങ്കിലേ നമുക്ക് കരയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, വാക്കുകൾ പറയാം, കർത്താവിനെ അവരെ സഹായിക്കണമേ. ജസ്റ്റ് ഇമാജിൻ, ദുഃഖത്തിലായിരിക്കുന്നവരുടെ വേദന ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും. പട്ടിണി കിടക്കുന്നവരുടെ വേദന, നമ്മൾ ആ ഷൂവിൽ, നമുക്കിപ്പം ആഹാരമുണ്ട്, അതുകൊണ്ട് നമുക്ക് വിശപ്പിന്റെ വിളി, അല്ലെങ്കിൽ വിശപ്പ് അറിഞ്ഞവർക്ക് മാത്രമേ, പട്ടിണിയിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ പട്ടിണി കിടക്കുന്നവന്റെ വേദന എന്താണെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് പട്ടിണി കിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ ജസ്റ്റ് ഇമാജിൻ,
ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിലൊക്കെ നടന്ന സംഭവം, ഒരു മാതാവ് 5 കുഞ്ഞുങ്ങളെ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മ ആത്മഹത്യ ചെയ്തു. പട്ടിണിയാണ് കാരണം. ഞാൻ ഇന്ന് വളരെ വേദനയോടെ ഓർത്ത്, കർത്താവേ, എത്രയോ പണക്കാര് അല്ലെങ്കിൽ നമ്മളൊക്കെ എത്രയോ പണം, എത്രയോ പൈസ അല്ലെങ്കിൽ എത്രയോ ഫുഡ് വേസ്റ്റ് ആക്കി കളയും. ആ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനില്ലാതെ, ആ കരയുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കി ഈ അമ്മ നിസ്സഹായയായി, പണമില്ല. അതുപോലെ വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. 30 വയസ്സുള്ള ഒരപ്പൻ, എൻ്റെ ഭാര്യ പറയുന്നു കുഞ്ഞുങ്ങൾക്ക് ആഹാരമില്ല, 3 ദിവസം പട്ടിണിയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, ആ 25 വയസ്സുള്ള ഭാര്യ. അപ്പോൾ ഇദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കൊണ്ട് താന് അത് വിറ്റു. 2500 രൂപ കിട്ടി. അതുകൊണ്ട് റേഷനറി വാങ്ങിച്ചു. തന്റെ വീട് തകരം അല്ലെങ്കിൽ ടിൻ റൂഫ്റ്റാണ്. അവിടെ ഒരു ചെറിയ ഫാൻ പിടിപ്പിച്ചു. ആഹാരത്തിനുള്ള റേഷൻ കൊണ്ടു വീട്ടിൽ കൊണ്ടു കൊടുത്തു. ഭാര്യ അതുണ്ടാക്കിയിട്ട് കഴിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞു. കാണുന്നില്ല. നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ തൂങ്ങി മരിച്ചു. ആ 25 വയസ്സുകാരെയും ഭാര്യയും പൊടിക്കുഞ്ഞുങ്ങൾ. അവൾ പറയുകയാണ്, ഞങ്ങൾക്ക് ആരുമില്ല, എനിക്കാരുമില്ല, എനിക്കിനി ആരുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അയ്യോ എന്ന് വെക്കാം. പക്ഷെ നമുക്ക് ആ ഒരു വേദന നമ്മുടെ ഹൃദയത്തെ മുറിക്കണം. അതാണ് എമ്പത്തി എന്ന് പറയുന്നത്. അതാണ് താതാമ്യം പ്രാപിക്കുക എന്ന് പറയുന്നത്. ആമേൻ. കർത്താവ് അങ്ങനെയായിരുന്നു. നമുക്ക് അതോടൊന്ന് പറഞ്ഞിട്ട് നമുക്ക് 3-ാമത്തെ ഇതിലേക്ക് നമുക്ക് നീങ്ങാം. എബ്രായലേഖനം, ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സസ് 18. എബ്രായലേഖനം 2:18. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുക പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ കഴിവുള്ളവനാണ്. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. 2:18. For in that he himself has suffered, being tempted, he is able to aid those who are tempted. കർത്താവ് കഷ്ടങ്ങളിലൂടെ കടന്നുപോയവനാണ്. ആമേൻ. അതുകൊണ്ട് കഷ്ടങ്ങളിലൂടെ കടന്നുപോയവരെ സഹായിക്കുവാൻ കർത്താവിന് അറിയാം. 4-ന്റെ എബ്രായലേഖനം 4-ന്റെ ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സസ് 15 and 16 ഒന്ന് വായിക്കാം. ഞാൻ അത് മലയാളത്തിൽ വായിക്കുന്നു. നമുക്കുള്ള മഹാവിരോധൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. For we do not have a high priest who cannot sympathize with our weaknesses, but was in all points tempted as we are, yet without sin. Let us therefore come boldly to the throne of grace, that we may obtain mercy and find grace to help in time of need. ആമേൻ. അത് മാത്രമല്ല 5-7-8 കൂടെ ഒന്ന് വായിക്കാം. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? Who in the days of his flesh, when he had offered up prayers and supplications with vehement cries and tears to him who was able to save him from death, and was heard because of his godly fear. Though he was a son, yet he learned obedience by the things which he suffered. ആമേൻ. കർത്താവ് കഷ്ടങ്ങളിൽ തികഞ്ഞവനായെന്നാണ് നമ്മളോട് വായിക്കുന്നത്. ആമേൻ. കർത്താവ് അത് മാത്രമല്ല, മുമ്പേ വായിച്ചു, നമ്മളോട് സഹതാപം കാണിക്കുന്ന ഒരു ദൈവം, നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മളെ കൈവിടാത്തൊരു കർത്താവ്. കാരണം കർത്താവ് ഈ ലോകത്തിൽ വന്നു, ജീവിച്ചു. അവൻ ജനിച്ചത് കൊട്ടാരത്തിലല്ല ജനിച്ചത്, സുഖസൗകര്യങ്ങളുടെ നടുവിലല്ല, ഒരു പാവപ്പെട്ട വീട്ടിൽ. അതുകൊണ്ട് കർത്താവിന് നമ്മുടെ വേദനകൾ അറിയാം. ഒരു വീട്ടിൽ ഉണ്ടാകുന്ന സ്ട്രഗിൾസ് കർത്താവിന് അറിയാം. തന്റെ കുടുംബം, തനിക്ക് ഇളയ സഹോദരങ്ങളുണ്ടായിരുന്നു, ബൈബിൾ പറയുന്നു. അപ്പൊ അവരെല്ലാം വെച്ച് 30 വർഷം, ചരിത്രം പറയുന്നത് യോസേപ്പ് നേരത്തെ മരിച്ചുപോയി. അപ്പോൾ ആ ഭാരം കൂടെ താൻ വഹിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 30 വർഷം കർത്താവ് ജീവിച്ചു അവിടെ ഒരു ഭവനത്തിൽ, ആ സ്ട്രഗിൾസിൽ. അതെല്ലാം മനസ്സിലാക്കി. അത് മാത്രമല്ല, പിന്നീട് താൻ ശുശ്രൂഷ ആരംഭിച്ചു. 30-ാമത്തെ വയസ്സിൽ താൻ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ
യേശുവിന് തലചായ്ക്കാൻ സ്ഥലമില്ല. കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയുണ്ട്, മാളമുണ്ട്, പറവകൾക്ക് കൂടുണ്ട്, യേശുവിന് തലചായ്ക്കാൻ പോലും സ്ഥലമില്ല. അപ്പോൾ യേശുവിന് നമ്മൾ കടന്നു പോകുന്ന ഏതവസ്ഥയും യേശുവിനറിയാം. യേശു ക്രൂശിൽ കിടക്കുന്നു. കഷ്ടതയുടെയും വേദനയുടെയും ഏറ്റവും വേദനാജനകമായൊരു മരണമായിരുന്നു ക്രൂശ് മരണം എന്ന് പറയും. ശ്വാസത്തിന് വേണ്ടി നമുക്കറിയാം, ക്രൂശ് മരണത്തിൽ കൈകൾ ആണിയടിക്കുന്നു, കാലുകൾ ആണിയടിക്കുന്നു. അതിനകത്തെ ആ മരണത്തിന്റെ ഭീകരത, അതിന് മുമ്പ് അടിയും എല്ലാം കൊണ്ട് പുറം ഒഴിവുചാല് പോലെ നീളത്തിൽ കീറി എല്ലുകൾ വരെ എണ്ണാവുന്ന രീതിയിൽ ആയി. അത് കഴിഞ്ഞ് ഈ ക്രൂശിക്കപ്പെടുന്ന കുറ്റവാളിയുടെ കയ്യിൽ കൊടുക്കും. ഭാരമുള്ള മരക്കുരിശ് വീണ് എഴുന്നേറ്റും യേശു ചുമന്നു. എന്നിട്ട് ഈ ക്രൂശിലോട്ട് യേശുവിനെ കിടത്തി കഴിയുമ്പോൾ ഓരോ ശ്വാസം എടുക്കുന്നത് കാല് കുത്തി മേളോട്ട് പൊങ്ങിയിട്ടുണ്ട് ശ്വാസം എടുക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ശ്വാസം എടുക്കുമ്പോൾ യേശുവിന്റെ പുറം ആ മരത്തിൽ വരെയും. നമ്മൾ കാണുന്നത് പോലെ സ്വർണ്ണക്കുരിശോ അല്ലെങ്കിൽ പോളിഷ് ചെയ്ത തടിക്കുരിശോ ഒന്നുമല്ല, മരമായിരുന്നു. ആ മരത്തിലാണ് യേശുവിനെ ക്രൂശിച്ചത്. സ്മൂത്ത്നെസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഈ മുറിവെട്ട പുറം, ആ എന്തുമാത്രം വേദനയിലൂടെ യേശു കടന്നുപോയി. അത് മാത്രമല്ല, ഓരോ ശ്വാസത്തിനു വേണ്ടി യേശു മേളോട്ട് പൊങ്ങണം. അപ്പോൾ അതിന് ഒടുവിൽ ഇതിന് കഴിയാതെ വരുമ്പോൾ ശ്വാസം കിട്ടാതെ ആണ് ജീവനെ താൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏത് അവസ്ഥയിലും ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ യേശുവിനെ നന്നായിട്ടറിയാം. നമ്മുടെ ശാരീരിക വേദനകൾ യേശുവിനെ നന്നായിട്ടറിയാം. അപ്പോൾ നമുക്ക് യേശുവിന് നമ്മുടെ വേദനകളിൽ താതാമ്യം പ്രാപിപ്പാൻ കഴിയും എന്നാണ് നമ്മൾ വായിച്ചത്. He can identify with us. അതുകൊണ്ട് he can sympathize with us because he had gone through that. നമ്മൾ സിമ്പതൈസ് ചെയ്യണം, എമ്പത്തിയോടെ വേണം. സഹതാപം മാത്രം പോരാ, സമാന അനുഭവം കൂടെ, അല്ലെങ്കിൽ താതാമ്യം പ്രാപിക്കുവാൻ, വേദനകളിരിക്കുന്നവർക്ക് താതാമ്യം പ്രാപിക്കുവാൻ, അങ്ങനെ കരയുവാൻ ഈ ദിവസങ്ങൾ നമുക്കൊന്ന് കഴിയുമോ? നമുക്ക് ആഹാരം ഇഷ്ടം പോലെയുണ്ട്, പട്ടിണിയുള്ളവന്റെ വേദന നമുക്കറിയത്തില്ല. നമ്മൾ ഇച്ചിരി നേരം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്ന ഒരു മാതാപിതാക്കളുടെ ഒരു ഭയങ്കര വേദനയാണ്. മാതാപിതാക്കൾ കഴിച്ചില്ലെങ്കിലും മാതാപിതാക്കൾക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കാൻ അവർ പറയുകയാണ്. അപ്പ എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. നമുക്കില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. അതാണ് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം. ഒന്ന് ഓർത്തു നോക്കി. അപ്പോൾ ഞാൻ ഈ പറയുന്ന പട്ടിണി കിടക്കുന്ന ആ ആളുകളുടെ വേദന എന്തുമാത്രം ആണെന്ന് നിങ്ങൾ ചിന്തിച്ചു. അപ്പോൾ നമ്മൾ താതാമ്യം പ്രാപിച്ച് വേണം പ്രാർത്ഥിക്കാൻ. താതാമ്യം പ്രാപിക്കുമ്പോൾ നമ്മൾക്ക് അവരെ സഹായിക്കാനുള്ള മനസ്സ് വരും. നമ്മളിതെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് നമുക്ക് തന്നെ ഇതെല്ലാം കൂടെ അതിനേക്കാൾ എത്ര നല്ലതല്ലേ നമ്മുടെ യേശു ചെയ്ത പോലെ നമുക്ക് വേണ്ടി അവൻ കഷ്ടം അനുഭവിച്ചു. കഷ്ടങ്ങളാൽ തികഞ്ഞവനായി അനുസരണം പ്രാപിച്ചു. നമ്മുടെ കഷ്ടങ്ങളിൽ താതാമ്യം പ്രാപിച്ചു. നമ്മുടെ വേദനകൾ അറിയുന്ന യേശു, ഒറ്റപ്പെടുത്തലുകൾ അറിയുന്ന യേശു, രോഗങ്ങൾ അറിയുന്ന യേശു, ഇതെല്ലാം അവൻ താതാമ്യം പ്രാപിച്ചു. അതുകൊണ്ട് യേശുവിനോട് പറഞ്ഞാൽ നമ്മുടെ വേദനകളൊക്കെ മനസ്സിലാവും. യേശു ജനിച്ച കൊട്ടാരത്തിലല്ല, യേശു ഒരു കുഴപ്പമില്ലാതല്ല ജീവിച്ച. പട്ടിണിയുടെ വേദന യേശുവിനറിയാം. യേശുവിന് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ സുഭിക്ഷമായ ആഹാരം യേശുവിന് ശിഷ്യന്മാർക്ക് കൊടുക്കാമായിരുന്നു. പക്ഷെ യേശു തനിക്ക് വേണ്ടി ഒരു അത്ഭുതം യേശു ചെയ്തില്ല. ആമേൻ. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തെ തോട്ടാണ്, ബ്ലെസ്ഡ് ഇസ് ദ മാൻ ഹു ഇസ് ഡെസ്പറേറ്റ്ലി സോറി ഫോർ ഹിസ് സിൻ and his own unworthiness. ഇതാണ് ഇതിന്റെ മെയിൻ. കർത്താവ് ഉദ്ദേശിച്ച കാര്യം ഇതാണ്. തൻ്റെ പാവത്തെ ഓർത്ത് ദുഃഖിക്കുന്ന, വേദനിക്കുന്ന, തൻ്റെ നിസ്സഹായാവസ്ഥയെ ഓർത്ത് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവർക്ക് ആശ്വാസം ലഭിക്കും, അവർക്ക് റെസ്റ്റ് ലഭിക്കും. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിന് പ്രസംഗം തുടങ്ങിയ ആദ്യത്തെ വാക്ക് റിപ്പന്റ് എന്നാണ്. മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞ യേശു തുടങ്ങിയത്. മാനസാന്തരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മച്ചിയൊക്കെ പറയും, അല്ലെ മമ്മിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ടത്തെ ദേവദാസന്മാരൊക്കെ അവരുടെ മീറ്റിങ്ങുകളിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അവർ വലിയ വിദ്യാഭ്യാസം ഉള്ളവരൊന്നുമല്ല.
ആൾക്കാർ കരഞ്ഞുകൊണ്ട് പാപബോധം നിറഞ്ഞ് കണ്ണുനീരോടെ മാനസാന്തരപ്പെടുമായിരുന്നു. ഇന്ന് നമ്മളൊക്കെ മാനസാന്തരപ്പെട്ട കണ്ണുനീരോടല്ല, നമ്മൾ ചിരിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ടു. യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത് ജെനുവിൻലി നമ്മുടെ പാപത്തെ ഓർത്ത് ദുഃഖിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതിനെപ്പറ്റി ഞാൻ ഇച്ചോടൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം എങ്ങനെയാണ് ഈ മാനസാന്തരം ഉണ്ടാകുന്നത്. ഒക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. നമ്മളൊരു വചനം അതിനകത്തുണ്ട്, പരിശുദ്ധാത്മാവിന്റെ റോൾ അതിനകത്തുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. എപ്പോഴാണ് ഈ മാനസാന്തരം സംഭവിക്കുന്നത്? പത്രോസിനോട് യേശു പറഞ്ഞു, കോഴി മുമ്പ് 3 വട്ടം കോഴി ഒരു കൂവുന്നതിന് മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളി പറയുന്നു. പത്രോസ് പറഞ്ഞില്ല, ഞാൻ നിന്റെ കൂടെ മരിക്കാനും വരെ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇത് പുള്ളി അങ്ങ് മറന്നു. ഗെത്സമന തോട്ടത്തിൽ വന്നു. യേശു പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പറഞ്ഞു. അവരെല്ലാം ഉറങ്ങി. ഇതെല്ലാം മറന്നു. യേശുവിനെ പിടിച്ചു. പത്രോസ് ആ മുറ്റത്ത് ചെല്ലുന്നു. യേശുവിനെ വിസ്തരിക്കുന്ന മഹാപുരോഹിതന്റെ ആ വീടിന്റെ അവിടെയൊക്കെ പുള്ളി അകലം വിട്ട് പിൻചെല്ലുക. പുള്ളി ഇതെല്ലാം മറന്നു. പക്ഷെ കോഴി കൂവി. ഇതിനിടയ്ക്ക് പുള്ളി 3 വട്ടം തള്ളി പറഞ്ഞു. കോഴി കൂവി കഴിഞ്ഞ് യേശു, അവിടെ നമ്മൾ വായിക്കുന്നു, യേശു തിരിഞ്ഞു പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പാപബോധമുണ്ടായി. ആ നോട്ടത്തിൽ അവൻ തകർന്നുപോയി. അതുവരെ അതാണ് മാനസാന്തരം. അപ്പൊ നമുക്കറിയാം, നമ്മുടെ മക്കൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു, അവർക്ക് ചിലപ്പോൾ അറിയത്തില്ല. പക്ഷെ നമ്മുടെ മുഖഭാവം മാറുമ്പോൾ അവർക്ക് മനസ്സിലായി, അയ്യോ അവർ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലായി, അല്ലേ? അവർ അങ്ങനെയാണ്. അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റ് ഓഫ് ഇതാ. ആ സമയത്ത് ആണ് മനസ്സാന്തരം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാം, ക്രൂശിലേക്ക് നോക്കുമ്പോൾ ആമേൻ, എന്താണ് ക്രൂശ് നമ്മളെ കാണിക്കുന്നത്? പാപം ചെയ്താൽ പാപത്തിന്റെ റിസൾട്ടാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. വെൻ വി ലുക്ക് അറ്റ് ദ ക്രോസ് വി സീ വാട്ട് അവർ സിൻ ഡിഡ്, വാട്ട് മൈ സിൻ ഡിഡ് ടു ജീസസ്. പാപമില്ലാത്ത യേശുവിനെ എന്റെ പാപം എന്താണ് ആ ക്രൂശിൽ കാണിച്ചതെന്നുള്ള ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം, ഏറ്റവും പാപമില്ലാത്ത നിർമ്മലൻ, നിഷ്കളങ്കൻ, നിർദോഷൻ, പവിത്രനായ യേശുവിനെ അവൻ പാപം, എന്റെയും നിങ്ങളുടെയും പാപം തകർത്തു ക്രൂശിൽ അവനെ ആക്കി. ആ ക്രൂശിലെ ആ ഭീകരത നമ്മൾ കാണുമ്പോൾ നമുക്ക് നമ്മുടെ പാപത്തിന്റെ ഓർത്ത് നമുക്ക് ദുഃഖം വരും. നമുക്ക് നമ്മുടെ പാപത്തെ ഓർത്ത് നമുക്ക് കരച്ചിൽ വരും. അയ്യോ, എന്റെ പാപമാണല്ലോ യേശുവിനെ ക്രൂശിൽ കിടത്തിയിരിക്കുന്നു. ഇംഗ്ലീഷ് ഒരു പാട്ടുണ്ട്, ഇറ്റ് വാസ് മൈ സിൻ ദാറ്റ് ഹെൽഡ് ഹിം ദേർ. മക്കളെ, നമ്മൾ പറയും, ഞാൻ അതിലേക്ക് കടന്നു വരാം. ക്രിസ്ത്യാനിറ്റി ബിഗിൻസ് വിത്ത് എ സെൻസ് ഓഫ് സിൻ. ബ്ലെസ്ഡ് ഇസ് ദ മാൻ. അപ്പൊ ഇതിന്റെ മെയിൻ മെസ്സേജ് നമ്മൾ മറക്കരുത്. ബ്ലെസ്ഡ് ഇസ് ദ മാൻ ഹു ഇസ് ഇന്റൻസ്ലി സോറി ഫോർ ഹിസ് സിൻ, ദ മാൻ ഹു ഇസ് ഹാർട്ട് ബ്രോക്കൺ for what his sin has done to God and to Jesus Christ. He will be appalled by the havoc brought by sin. തങ്ങളുടെ പാപത്തെ ഓർത്ത്, തങ്ങളുടെ പാപം യേശുവിന് ചെയ്തത് എന്താണെന്ന് ഓർത്ത് ഹൃദയം തകർന്ന് ദുഃഖിക്കുകയും വേദനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അവൻ ആശ്വാസം ലഭിക്കും. ഞാൻ പറഞ്ഞല്ലോ, യേശു പറഞ്ഞു, പ്രസംഗം തുടങ്ങിയത് ഇങ്ങനെ, റിപ്പന്റ്, മനസ്സാന്തരപ്പെടുക. റിപ്പന്റ്, ടേൺ ഫ്രം യുവർ വേസ് ആൻഡ് ടേൺ ടു ഗോഡ്. നിങ്ങൾ ഇപ്പോൾ പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുക. നിങ്ങൾ ലോകത്തിലേക്ക് നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്കുക. സ്റ്റോപ്പ് വാക്കിംഗ് അവേ ഫ്രം ഗോഡ്, ബട്ട് വാക്ക് ടുവേർഡ്സ് ഗോഡ്. ഇറ്റ് ഹാസ് ടു സ്റ്റാർട്ട് വിത്ത് സോറോ. നിങ്ങൾ പറയുമായിരിക്കും, പാസ്റ്റർ ഞങ്ങളിത് ചെയ്തതാ, ഞങ്ങൾ പണ്ട് രക്ഷിക്കപ്പെട്ടതാ. പക്ഷെ വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യർ, നമ്മൾ പലതും തെറ്റിപ്പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പാപം വരും, പാപം വരത്തില്ലെന്നല്ല. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. എബ്രായ ലേഖനം 6:6 പറയുന്നു, നാം അറിഞ്ഞുകൊണ്ട്, ഒരു ദൈവവേദന അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മൾ യേശുവിനെ വീണ്ടും ക്രൂശിക്കുക, നമ്മൾ യേശുവിന്റെ മുറിവുകളെ വീണ്ടും കുത്തുകയാണ്, നമ്മൾ യേശുവിന്റെ ചങ്കിലേക്ക് വീണ്ടും കത്തിയിറക്കുകയാണ്.
നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുമ്പോൾ, നമ്മൾ പാപം ചെയ്യത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, അറിഞ്ഞുകൊണ്ട് ഇത് തെറ്റാണെന്നറിയാം. അനേക പ്രാവശ്യം ദൈവദാസന്മാർ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ തന്നെ ബൈബിൾ ഉണ്ട്, ഇത് വായിക്കുമ്പോൾ അറിയാം ഇത് തെറ്റാണെന്ന്, പക്ഷെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നും വരത്തില്ല. ഒത്തിരി എക്സ്ക്യൂസ് തന്നെ പറയും. ആർക്കാണ് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ എനിക്ക് പണമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്കൊരു ചുക്ക് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്ന ദൈവത്തില് നമ്മൾ വീണ്ടും കർത്താവിനെ ക്രൂശിക്കും. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ വാക്കുകൾ അധികം നീട്ടുന്നില്ല. ഈ സമയത്തൊരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. നമ്മൾ പഠിക്കുന്നത് കർത്താവിന്റെ വചനമാണ്. യേശു തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞ കാര്യമാണ്. ശിഷ്യന്മാർ പറഞ്ഞതല്ല, വേറെ ആൾ പറഞ്ഞ കാര്യമല്ല. യേശു പറഞ്ഞു, ആമേൻ, ബ്ലെസ്സഡ് are those who mourn, for they shall be comforted. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദാവീദ് പാപം ചെയ്തു. 1 വർഷത്തോളം ഈ പാപം മൂടി വെച്ച് പുള്ളി നടന്നു. തന്റെ പാപം പ്രധാനപ്പെട്ട 10 കൽപ്പനകൾ 2 കൽപ്പനകൾ താൻ ലംഘിച്ചു. 1 കൊലപാതകം ചെയ്തു, 2 വ്യഭിചാരം ചെയ്തു. ഇത് 2നും മരണശിക്ഷയാണ്. മരണശിക്ഷ കിട്ടേണ്ട പാപമാണ് പുള്ളി ചെയ്തേക്കുന്നത്. പക്ഷെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കാര്യം. പാപം ചെയ്തപ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. തൻ്റെ രാജസ്ഥാനം നഷ്ടപ്പെട്ടില്ല, തൻ്റെ ആഹാരം നഷ്ടപ്പെട്ടില്ല, പക്ഷെ തൻ്റെ സന്തോഷം പോയി, തൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. ആമേൻ. പക്ഷെ താൻ ദൈവസന്നിധിയിൽ ചെന്നിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ തനിക്ക് ദൈവം പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, തകർന്നും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ. ഹനനയാഗം ദൈവം ഇച്ഛിക്കുന്നില്ല, അതിനൊരു യാഗമില്ല, ഹനനയാഗം കൊടുത്തിട്ട് കാര്യമില്ല. പക്ഷെ താൻ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പോൾ ആ രക്ഷയുടെ സന്തോഷം ദൈവം തിരിച്ചു കൊടുത്തു. അവർക്ക് ആശ്വാസം ദൈവം കൊടുത്തു. തകർന്ന ഹൃദയത്തോടെ ആര് ദൈവസന്നിധിയിൽ കടന്നു വരുമോ അവരെ ദൈവം ആശ്വസിപ്പിക്കും. അപ്പോൾ നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. Let us conclude this beatitude. Second one, blessed are those who mourn, for they shall be comforted. Oh, the bliss of the man whose heart is broken for the world's suffering and for his own sin. Out of his sorrow, he will find joy in God. Amen. ഞാനത് മലയാളത്തിനോടൊന്ന് പറയാം. ലോകത്തിന്റെ വേദനയിൽ ദുഃഖിക്കുകയും തൻ്റെതായ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയും വേദനിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അവന് ദൈവം റെസ്റ്റ് കൊടുക്കും, ആശ്വാസം കൊടുക്കും, സന്തോഷം കൊടുക്കും. He'll be comforted. പാപം ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പണം കാണും, ആരോഗ്യം കാണും, പക്ഷെ സന്തോഷം കാണത്തില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കുക. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് പറയുന്നു, റിപ്പന്റ്, മടങ്ങി വാ. ഇപ്പോൾ സമയമുണ്ട്, ഇന്ന് സമയമുണ്ട്. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല. നമ്മുടെ ആരോഗ്യത്തിൽ നമുക്ക് കൂടുതൽ നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ അതിലൊന്നും പുകഴാനൊന്നും ഇല്ല പ്രിയമുള്ളവരെ. പണത്തിൽ പുകഴാനില്ല പ്രിയമുള്ളവരെ. ഒന്നിനും നമുക്ക് പുകഴാനില്ല. കർത്താവ് നമ്മളെ സഹായിച്ചെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവമക്കളെ, ദൈവവചനമാണ് ഞാൻ പറഞ്ഞു. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കണ്ണുനീരോടെ മടങ്ങുക. ആമേൻ. ഒരു ഡെസ്പറേറ്റ് ആയിട്ട്, let us come desperately to the presence of God. Hallelujah. The way to comfort is through desperate sorrow. ഈ ആശ്വാസം ലഭിക്കണമെങ്കിൽ, കംഫർട്ട് ഒരു സ്ഥലത്ത്, ദുഃഖം ഒരു സ്ഥലത്ത്. ഈ കംഫർട്ടിലേക്കുള്ള വഴിയാണ് ദുഃഖം എന്ന് പറയുന്നത്. എന്തിനുള്ള ദുഃഖം? എൻ്റെ പാപത്തെ പറ്റിയുള്ള ദുഃഖം. ഓരോ പ്രാവശ്യം നമ്മൾ പാപം ചെയ്യുമ്പോൾ, അയ്യോ കർത്താവേ തെറ്റിപ്പോയി, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ മടങ്ങി വാ. കർത്താവ് നമുക്ക് ആശ്വാസം തരും. അത് മടങ്ങി വരാത്തോളത്തോളം കാലം ആശ്വാസം നിങ്ങൾ നകന്നു പോയിക്കൊണ്ടിരിക്കും. ദൈവം പല ചാൻസുകൾ തരും. പിന്നെ ദൈവം ബാലശിക്ഷ തരും. അത് വെയിറ്റ് ചെയ്യാതെ ദൈവം നമുക്ക് സ്നേഹിക്കുന്നവനെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചത്, ആദ്യം ദൈവം ശാസിക്കും. എങ്ങനെയാണ് ശാസിക്കുന്നത്? ദൈവവചനത്തിലൂടെ, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, ദൈവദാസന്മാരിലൂടെ പറയും, കുടുംബാംഗങ്ങളിലൂടെ പറഞ്ഞിരിക്കും, കൂട്ടുകാരിലൂടെ പറഞ്ഞിരിക്കും. പക്ഷെ ഇതൊന്നും കേൾക്കാതെ വരുമ്പോൾ അടുത്തതാണ്. എന്തിനാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്? ദൈവസേനയിലേക്ക് തകർന്ന ഹൃദയത്തോടെ നമുക്ക് ഇന്ന് രാത്രി കാലം അടുത്ത് വരാം. ആമേൻ. ഹല്ലേലൂയ. He will give us rest, comfort. നമുക്ക് ആശ്വാസം തരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. ആമേൻ. Rest comes, comfort comes when you are free from sin.
when you sin you will be restless. ദാവീദിന്റെ ജീവിതത്തിൽ അവൻ റെസ്റ്റ്ലെസ് ആയിരുന്നു. സന്തോഷം പോയി. എല്ലാം ഉണ്ട്, രാജാവായിരുന്നു, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു, സന്തോഷം നഷ്ടപ്പെട്ടു. പക്ഷെ അവൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നു. സന്തോഷം ദൈവം തിരിച്ചു. ഇന്ന് രാത്രികാലം നമ്മൾ ഓർക്കുക, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ മറ്റുള്ളവരുടെ വേദനയിൽ ഞങ്ങൾ ദുഃഖിക്കുവാൻ, ഞങ്ങൾ ആ ദുഃഖത്തിൽ നിന്ന് അവരെ സഹായിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ദിവസങ്ങളിൽ സിമ്പതി മാത്രമല്ല, ഒരു എമ്പത്തിയോടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സഹതാപം മാത്രമല്ല, സമാന അനുഭവം, ഒരു താതാമ്യം പ്രാപിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാനും സഹായിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വന്തം പാപങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന, അകത്തെ അറകളിൽ കിടക്കുന്ന അശുദ്ധികളെ ഓർത്ത് കരയുവാൻ, നിലവിളിക്കുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണം. പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.